നമസ്കാരം. അങ്ങനെ കുറേ നാളത്തെ ഒരു ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ ഇന്നൊരു ദീർഘയാത്ര പോവുകയാണ്. ദീർഘമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പുതുതലമുറ കാശ്മീരും ലഡാക്കും ഒക്കെയാണ് പോകുന്നത്. അതനുസരിച്ച് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് കൊല്ലം പരവൂരിൽ നിന്നും കണ്ണൂർ വരെ പോയാണ്. ഒരു ബിസിനസ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് പഴയ ഒരു ടീമൊക്കെ വീണ്ടുമൊക്കെ റീജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ കാണുന്നതാണ്. എന്തായാലും നമ്മൾ പോകുന്ന വാഹനം എന്ന് പറയുന്നത് അവിടെ വന്നിട്ടുണ്ട്. രതീഷ് സാറുണ്ട്, അതുപോലെ തന്നെ നെടുങ്കോലം സ്വദേശികൾ സാനേഷ് മിസ് ശശി തുടങ്ങിയ 4 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അപ്പോൾ നമ്മളിന്ന് പോണ വണ്ടി എന്ന് പറയുന്നത് കിയയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. കിയയുടെ സ്വിഫ്റ്റ് അല്ലേ? കിയയുടെ ഫോർച്യൂണറിലാണ് പോകുന്നത്. ഫോർച്യൂണർ അല്ലേ കിയയുടെ? ഏത് മോഡൽ? സെൽറ്റോസ്. അടെ നോട്ട്. ഓക്കെ കിയയുടെ സെൽറ്റോസ്. സോറി, ഇങ്ങനെ ഒരു മോഡൽ ഇറക്കിയായിരുന്നില്ലേ? അപ്പോൾ സെൽറ്റോസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, പോവാം. അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് ഒരു 6 മാസത്തോളമായി. പക്ഷേ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഒരു ലോങ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. വണ്ടിയെ കുറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. മൈലേജൊക്കെ നമ്മൾ അടിക്കും തോറും മൈലേജ് കിട്ടും. ഇവിടെ വണ്ടി പലവരുന്നിടത്ത് കൊട്ടിയം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ വിശപ്പ് ഓരോരുത്തരെ കടിച്ച് തുടങ്ങി. ഇവിടെ കൊട്ടിയത്തിനിപ്പുറം ഒരു കുഴിമന്തി കണ്ടപ്പോഴത്തേക്ക് അവിടെ ചവിട്ടിയിട്ടുണ്ട്. ഞാനകത്ത് വല്ലതും കിട്ടുമെന്ന് നോക്കാം. സമയം ഇപ്പം രാവിലെ 5 മണിയായി. നമ്മളിപ്പോൾ ഉള്ളത് മാഹിയിലാണ്. മാഹിയിൽ പെട്രോളിനും ബാക്കി എല്ലാ സാധനങ്ങൾക്കും വില കുറവാണെന്ന് പറയുന്നത് ശരിയാണ്. ഇവിടുത്തെ വില 91 രൂപ 87 പൈസയാണ് ലിറ്ററിന്. 1 ലിറ്റർ പെട്രോളിൻ്റെ വില. അതിൽ തന്നെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് എണ്ണ അടിച്ചിട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന വണ്ടികളെല്ലാം ഇവിടെ കയറ്റി ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവുകയാണ്. മാഹി. അതുപോലെ ഡീസലിൻ്റെ വില 81-86 ഡീസൽ ലിറ്ററിന്. അപ്പോൾ നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടാണത്, യമുനാ തീരം. അപ്പോൾ ലോങ് ജേണി ആയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കൊരു 2:30 മണിയോടുകൂടി പരവൂരിൽ നിന്ന് നമ്മൾ തിരിച്ചതാണ്. ഇന്നിപ്പോൾ വെളുപ്പിനല്ല, നേരം വെളുത്ത് 7:30 മണിയായി. 7:30 മണിയായപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. പുരാതന സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളും പരിസരങ്ങളും ഒക്കെയാണ്. അടയ്ക്കാമരം ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിവിടെ
ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഓഡിറ്റോറിയം, മീറ്റിംഗ് ഹാൾ, സ്വിമ്മിംഗ് പൂൾ, കോട്ടേജസ്, പോണ്ട്, ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒരു 300 വർഷത്തിലധികം പഴക്കമുള്ള ഒരു നാച്ചുറൽ പോണ്ട് ഇവിടെ ഉണ്ടാക്കും. അതാണ് ഈ കാണുന്നത്. അതിനകത്ത് തടിയും മത്സ്യങ്ങളൊക്കെ കിടക്കുന്നല്ലോ, വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇവിടെയൊക്കെ വന്ന് വിശദമായിട്ട് കാണാം. പ്രകൃതി രമണീയമായ കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ കോട്ടേജിലോട്ട് പ്രവേശിക്കുന്നു. ജിതേഷ് കുമാർ ഇവിടെ യമുനാ തീരത്തിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. യമുനാ തീരം റിസോർട്ട് 6 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ഒരു റിസോർട്ടാണ് ഇത്. കണ്ണൂർ ജില്ലയിൽ പിലാത്തറ കാനായി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ 350 വർഷം പഴക്കമുള്ള ഒരു സുന്ദരമായ ഒരു കുളമുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് 11 കോട്ടേജ് ഉണ്ട് ഇവിടെ. 11 ഇൻഡിപെൻഡൻറ്റ് കോട്ടേജാണ്. അതിൽ പൂൾ വ്യൂ കോട്ടേജ് 3 എണ്ണം, പാഡ് വ്യൂ കോട്ടേജ് 7 എണ്ണം, പിന്നെ ഒരു ഹണിമൂൺ കോട്ടേജാണുള്ളത്. ഈ ഹണിമൂൺ കോട്ടേജിൽ നിന്ന് നോക്കിയാൽ ഈ 6 ഏക്കർ സ്ഥലവും കാണാം. 6 ഏക്കർ സ്ഥലത്ത് കവുങ്ങും തോപ്പും, പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളും, പിന്നെ ഫലവൃക്ഷങ്ങളും, അങ്ങനെ സുന്ദരവും ശാന്തവുമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായർ ജനിച്ചു വളർന്ന ചിത്രാരി എന്ന തറവാടാണ്. 350 വർഷം പഴക്കമുള്ള ആ ചിത്രാരി ഇന്ന് പൊളിച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ആ സ്ഥലത്താണ് കവുങ്ങുന്തോപ്പ് ഉള്ളത്. 350 വർഷം പഴക്കമുള്ള ഒരു കിണറും അതിനോടനുബന്ധിച്ചുണ്ട്. പിന്നെ നമ്മൾക്കിവിടെ ഓഡിറ്റോറിയം, പത്തായപ്പുര, കിച്ചൺ, ഡൈനിങ് ഹാൾ ഇതൊക്കെയുണ്ട്. സ്വദേശികളും വിദേശികളും പിന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഗസ്റ്റുകൾ വരാറുണ്ട്. സീസൺ ടൈം എപ്പോഴൊക്കെയാണ് ഇവിടെ? സീസൺ ടൈം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയത്താണ് ഏറ്റവും നല്ല സുന്ദരമായ അന്തരീക്ഷം. പിന്നെ ഇപ്പോൾ കുളമൊക്കെ നിറഞ്ഞു കിടക്കുന്നു. നീന്തി തുടിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കോട്ടേജിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? കോട്ടേജ് പൂൾ വ്യൂ, പാഡി വ്യൂ, ഹണിമൂൺ കോട്ടേജ്, ഈ 3 ടൈപ്പ് കോട്ടേജ് 3 റേറ്റാണുള്ളത്. നമ്മൾ പൂൾ വ്യൂ ഇപ്പോൾ കൊടുക്കുന്നത് 3500 ആണ് പെർ നൈറ്റ്. പെർ നൈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ആണ്? ബ്രേക്ക്ഫാസ്റ്റ് 2 പേർക്ക് ഇൻക്ലൂഡ് ആണ്. ഒരു കോട്ടേജിൽ 4 പേർക്ക് സ്റ്റേ ചെയ്യാം. അലൗഡാണ്. 4 പേര് അലൗഡാണ്. അതിൽ കിങ് സൈസ് ബെഡാണ്. അത് കഴിഞ്ഞാൽ AC, ഫാന്, വൈഫൈ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ലഞ്ചും ഡിന്നറും ആസ് പെർ യുവർ ഓർഡർ കിച്ചണിൽ നിന്ന് റൂം സർവീസ് ചെയ്യുന്നതാണ്. പ്രസൻ്റ്ലി ഇപ്പോൾ ആരാണ് ഇത് മാനേജ് ചെയ്യുന്നത്? പ്രസൻ്റ്ലി ഇപ്പം നാസർ കോട്ടഞ്ചേരി എന്ന് പറഞ്ഞവരാണ് മാനേജ് ചെയ്യുന്നത്. ഒരു ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഇവർ സ്ഥിരമായിട്ട് ഇവിടെ റൂമൊക്കെ എടുക്കുന്നതാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാജീവനാണ്. അഡ്വക്കേറ്റാണ്. ഇവിടെ നമ്മുടെ പ്രസിദ്ധനായ ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ നാടാണ്. കണ്ണൂരിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ക്വാർട്ടേഴ്സ് ഉണ്ട്, അതുപോലെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ ഹാളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നല്ല ഒരു സ്ഥലമാണിത്. താമസിക്കാൻ കുടുംബസമേതവും അതുപോലെ തന്നെ നിരവധി ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ സംഘടനകളുടെയും യോഗം വെക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഞാനിവിടെ 4ാം തവണയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം, അതുപോലെ ഇവിടുത്തെ നല്ല ഓക്സിജൻ, എല്ലാ സൗകര്യവും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നല്ലൊരു സ്ഥലമാണിത്. ഇനിയും ഞാനിവിടെ വരാനും മറ്റുള്ളവരെ ഇവിടെ വരാൻ വേണ്ടി പ്രേരിപ്പിക്കാനും ഞാൻ തയ്യാറാവും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് നിറയെ
കവുങ്ങ്, നമ്മുടെ അടയ്ക്കാമരം എന്ന് പറയുന്ന വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്കൂടെയൊക്കെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്. മുളയും ആവശ്യം പോലെ ഉണ്ട്. ഇവിടെ എല്ലാം മുള ഉണ്ട്. മുളയുടെ സമീപത്തായിട്ടാണ് ഈ കോട്ടേജുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ മുളയെന്നൊക്കെ പറയുന്നത് നമുക്ക് ഓക്സിജൻ പ്രൊവൈഡേഴ്സാണ്. ഇക്കാലത്ത് ഓക്സിജൻ കിട്ടാത്ത, ഓക്സിജൻ പഫൊക്കെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്ന സമയത്ത് നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം എല്ലാം കഴിഞ്ഞു, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. യാത്രയായി സൂര്യാങ്കനം ഏകയായി ജീവാമൃതം. അപ്പോൾ വരേണ്ടവർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. റേറ്റുകളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹണിമൂൺ ആഘോഷിക്കുന്നവർക്ക് അടിപൊളി ഒരു ഹണിമൂൺ കോട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ല ഒരു റിസോർട്ട് കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂർ കാനായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു റിസോർട്ടുള്ളത്.